ന്യൂനപക്ഷ വോട്ടുകളെ പ്രീണിപ്പിക്കുക അതായിരുന്നു CPMന്റെ ലക്ഷ്യം, അജണ്ട. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു. അന്ന് അവർ തിരിച്ചറിഞ്ഞു ഇനി ഈ ഭൂരിപക്ഷ വോട്ടുകൾ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിനെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിണറായിയും CPMും ഒക്കെ കളം മാറ്റി ചവിട്ടി തുടങ്ങി. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് എന്നുള്ളൊരു സന്ദേശമാണോ UDF നൽകുക? അതെ, തീർച്ചയായിട്ടും. അതിലിപ്പോൾ ചെന്നിത്തലയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ചരിത്രത്തിൻ്റെ ആവർത്തനം പോലെയാണ് തോന്നുന്നത്. അതിൽ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും നടത്തിയ വഴിവിട്ട ശ്രമങ്ങൾ, പരിഹാസ്യമായ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് CPMന് കിട്ടിയത്, ഇടതുപക്ഷത്തിന് പൊതുവെ കിട്ടിയത്. അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ദീർഘമായ ആലോചനകൾക്ക് ശേഷം തയ്യാറാക്കിയ രേഖ ഇന്നലെ തന്നെ പുറത്തു വന്നു. നമ്മുടെ ഫ്ലോറിൽ ഇന്നലെ തന്നെ അത് വായിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്തതാണ് രാമേന്ദ്ര സാറ്. ഇന്നതാ മനോരമ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും അത് വാർത്തയാണ്. ആ വാർത്തയിൽ അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, ന്യൂനപക്ഷ പ്രീണനം നമുക്ക് വലിയ അബദ്ധമായി പോയി, അത് നമ്മൾ തിരുത്തണം. നമ്മൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഇപ്പോൾ CPMന്റെ പരമ്പരാഗതമായ വോട്ടുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. പാർട്ടിക്ക് വേണ്ടി ആയതും മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായത്തിലെ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ അംഗങ്ങളാണ്. അവരോട് നീതി കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മൾ വിശ്വാസത്തിലെടുത്തില്ല. പകരം നമ്മൾ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ പൊട്ടന്മാരെല്ലാം തെളിയിച്ചു. ഈ തട്ടിപ്പൊക്കെ മോനെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് അവർ വിളിച്ച യോഗത്തിനൊക്കെ പോവുകയും CPMന്റെ വേദിയിലൊക്കെ നിസ്കരിച്ചു കൊടുക്കുകയും അങ്ങനെ ആ ഷോയുടെ ഒക്കെ ഭാഗമായി, നാടകത്തിൻ്റെയൊക്കെ ഭാഗമായി നിന്നു കൊടുത്തെങ്കിലും വോട്ട് ചെയ്യേണ്ട നേരത്തെ അവർക്കറിയാം ഇത് തട്ടിപ്പാണെന്ന്. അതുകൊണ്ട് CPMന് വോട്ട് ചെയ്തില്ല. അത് തട്ടിപ്പായതുകൊണ്ടാണ് കേട്ടോ. ആത്മാർത്ഥമായി ന്യൂനപക്ഷത്തിന് വേണ്ടി CPM നിലകൊണ്ട സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനൊക്കെ മൗലികമായ ഒരുപാട് ഗുണകരമായ പരിവർത്തനങ്ങളും നിയമനിർമ്മാണമൊക്കെ നടത്തിയ ഒരു കാലം CPMനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്, പ്രത്യേകിച്ച് 57 67 EMS ഗവൺമെൻറ് ഉൾപ്പെടെ. പക്ഷേ ഇന്നത്തെ ചിത്രം അതല്ല. ഇത് വഴിവിട്ട പ്രീണന നയമാണ്, പറ്റിക്കലാണ്. അത് മനസ്സിലാക്കിയതോടുകൂടി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതായി. ഒറ്റ എണ്ണത്തിന് എവിടെയും ഗുണം ചെയ്തില്ലല്ലോ. മുസ്ലിം പോക്കറ്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാൾ ജയിച്ച് കയറുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾക്കും അറിയാം. അപ്പോഴും ഇപ്പുറത്തെ തട്ടിപ്പിനേക്കാൾ ഭേദം ഇവരാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ആ വോട്ട്. അപ്പോൾ അതുമാത്രമല്ല, CPMന്റെ പുതിയ വിലയിരുത്തലിൽ അത്ഭുതകരമായൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം തോറ്റത് എന്നതിൻ്റെ കാരണം പറഞ്ഞ കൂട്ടത്തിൽ തൃശ്ശൂരിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് BJPക്ക് പോയി. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളം ആകെ പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇടതുപക്ഷ വോട്ട് BJPയിലേക്ക് വളരെ പരസ്യമായി ഒഴുകിപ്പോയതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ആറ്റിങ്ങൽ പോയിട്ടുണ്ട്, ആലപ്പുഴ പോയിട്ടുണ്ട്, വലിയ തോതിൽ പോയതിൻ്റെ കണക്കൊക്കെ അവർ തന്നെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അകത്ത് സ്വന്തം അണികളോട് പറയുന്നത് അല്ല, പുറത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുറത്ത് പറയുന്നത് കള്ളത്തരം. അപ്പോൾ അതിലൊരു കാര്യം കൂടി ഉണ്ട്, അത്ഭുതകരമായൊരു കാര്യം, ഏറ്റവും വലിയ തമാശ. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താ? തൃശ്ശൂരിൽ BJP ജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്ന്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൂരം എന്ന വാക്കേ CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിലില്ല, വിലയിരുത്തലില്ല. കാരണം അതുകൊണ്ടല്ലല്ലോ തോറ്റത്, എല്ലാവർക്കും അറിഞ്ഞൂടെ. പൂരം കലങ്ങിപ്പോകാനും പൂരത്തെ ക്ഷീണിപ്പിക്കാനും ഒക്കെയുള്ള ചില നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ കാലം, ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് മാത്രമല്ല കേട്ടോ. ഈ വനം വകുപ്പിൻ്റെ ചില നിയമങ്ങൾ, ആനകളെ 50 മീറ്റർ ദൂരെ നിർത്തണം ജനങ്ങളിൽ നിന്ന്, അങ്ങനെ പ്രായോഗികമല്ലാത്ത ചില നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പതുക്കെ പൂരത്തെ ക്ഷീണിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ ഈ ദേവസ്വങ്ങൾ തമ്മിലുള്ള പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഒരു സംഘർഷം ഉണ്ടായേക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ പോലീസ് പൊടുന്നനെ എല്ലാ വഴികളും അടച്ചിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ യാദൃച്ഛികമാണ്, ഒരു പൂരത്തിനകത്ത് വരാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപി ഇലക്ഷൻ്റെ ഒരു 1.5 മാസം മുമ്പെങ്കിലും നമ്മൾ ഈ ഫ്ലോറിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ചെറിയ വ്യത്യാസത്തിനാണ് അവിടെ ഇദ്ദേഹം ജയിച്ചത്, ശശി തരൂർ.
എന്താ കാരണം? അവസാന നിമിഷം നടന്ന ചില അടിയൊഴുക്കുകൾ, സഭയുടെയൊക്കെ അടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്ന് ഇപ്പോൾ പാഠം പഠിക്കുന്നു ആര്? കോൺഗ്രസ് പഠിക്കുന്ന പാഠം ഇപ്പോൾ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അൻവർ നടത്തുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റെടുത്തിട്ട് പിണറായി വിജയൻ ഇപ്പോൾ ഹിന്ദുവിന് ഇന്നലെ കൊടുത്ത അഭിമുഖത്തെ ഉൾപ്പെടെ മുൻനിർത്തിയിട്ട് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ വളരെ ഒന്നാമത്തെ കാര്യം, ഹിന്ദുവിന് എന്തിന് അഭിമുഖം കൊടുക്കുന്നു? അത് PR ഏജൻസി എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ഒന്ന് കഷ്ടപ്പാട് ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണല്ലോ. ഒരു മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ PR അവിടെ ഉണ്ടാവുമല്ലോ, PR പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടാവുമല്ലോ, അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ ഇന്ത്യയിൽ ഏത് പത്രവും ഇന്റർവ്യൂ കൊടുക്കുമല്ലോ. അതിന് പകരം ഇത് കൊടുപ്പിക്കാൻ വലിയ പണം ചിലവുണ്ടാവുമല്ലോ. PR ഏജൻസി ഏൽപ്പിച്ച് അവർക്ക് ന്യായമായും കമ്മീഷൻ ഉണ്ടാവും. നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് ഹിന്ദു പത്രത്തിൻ്റെ പിന്നാലെ പോവുക. നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട്, എടുക്കുമോ? അപ്പോൾ എടുക്കാൻ അവർ തയ്യാറായി. പക്ഷേ ഹിന്ദു അല്ലേ, അവരും അപ്പോൾ അത് ഇതിനിടയിൽ ഒരു വലിയ ഏജൻസി ഉണ്ടല്ലോ, അതിനു വേണ്ടി പണം പറ്റുന്ന ഒരു കാര്യം ചെയ്തോളൂ, ഞങ്ങൾക്ക് മെനക്കെടാനൊന്നും നേരമില്ല, ഞങ്ങളുടെ ടീം അവിടെ വരും, പടമെടുത്ത് ചെയ്ത്, പക്ഷേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, ഹോംവർക്കൊക്കെ നിങ്ങൾ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തു പോയതാണ്. ചെയ്തു പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ഇത് സെൻസിറ്റീവ് ആക്കാനുള്ള ഒരു സാധനം കൂടി. സെൻസിറ്റീവ് ആക്കുക മാത്രമല്ല, അതിലൊരു ലക്ഷ്യമുണ്ട്. ഇപ്പം മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ന്യായം മാത്രമാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞതാണല്ലോ, കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടിച്ച സ്വർണത്തിൻ്റെ കണക്ക്, മലപ്പുറം ജില്ലയിൽ പിടിച്ച ഹവാലയുടെ കണക്കൊക്കെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നല്ല. ആ ചോദ്യം ആദ്യത്തെ ഈ PR ഏജൻസി തയ്യാറാക്കിയ ചോദ്യം ഹിന്ദു പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ചോദ്യം, അതിന് കൊടുത്ത മറുപടിയിൽ അതുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവുക അടിയന്തരമായി വേണ്ടത് ഈ സാധനം കൂടിയാണ്, മലപ്പുറത്തിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ടാർഗറ്റ് ചെയ്യുന്നൊരു ഐറ്റം വേണം, എങ്കിലേ ആ സാധനം ഓടും. അത് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത് എഴുതി കൊടുത്താണെന്നാണ് ഇപ്പോൾ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതെന്തിനായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഹിന്ദുവിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഫീസും മുഖ്യമന്ത്രിയും വലിയ താല്പര്യം കാണിച്ചു. കൃത്യമാണത്. കേന്ദ്രത്തിനൊരു മെസ്സേജ്, അത് മലയാളത്തിന് പുറത്ത്, കേരളത്തിന് പുറത്തുള്ളവർക്കൊരു മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിലേക്ക് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ വായിക്കാനിടയുള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓഫീസിൽ, അവരുടെയൊക്കെ കാതുകളിലും ഓഫീസിലും ഒക്കെ എത്താവുന്ന തരത്തിലൊരു മെസ്സേജ് ഇതാ: ഞാൻ എൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു, കൃത്യമായി വളരെ കൃത്യമായ ഒരു ടേൺ ഞാൻ എടുത്തിരിക്കുന്നു, അത് നിങ്ങൾക്ക് കൂടി നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടാണ് എന്ന മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകാം മുഖ്യമന്ത്രിക്ക്. അതൊന്ന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കോൺഗ്രസ് എടുത്ത നിലപാടാണ്. കോൺഗ്രസ് ആർക്ക് പഠിക്കുന്നു? CPM-ന് പഠിക്കുന്നു, പിണറായി വിജയന് പഠിക്കുന്നു, അൻവറിന് പഠിക്കുന്നു എന്ന് വേണം പറയാൻ. അൻവറിന് പഠിക്കുന്നു. തീർച്ചയായിട്ടും അൻവറിന് കോൺഗ്രസിനകത്ത് വലിയ ലിങ്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിനകത്തെ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവരുമായി നല്ല ബന്ധമുണ്ട്, പരമ്പരാഗതമായി തന്നെ ബന്ധമുണ്ട്. അൻവറിൻ്റെ ഒരു ചരിത്രം അതാണ്. അൻവർ ഈ സിനുജിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളൊക്കെ പൊളിറ്റിക്സ് സജീവമായിട്ട് ശ്രദ്ധിക്കുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു 4ാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവ് വയലാർ രവിയായിരുന്നു. ആ വയലാർ രവിയുടെ പടയാളിയായിരുന്നു K. സുധാകരൻ. എന്നുവെച്ചാൽ 4ാം ഗ്രൂപ്പ് 3 ഗ്രൂപ്പിലും ഇല്ലാത്ത കാലത്ത് ആ 4ാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ 4ാം ഗ്രൂപ്പിൻ്റെ നേതാവ്, ആ 4ാം ഗ്രൂപ്പിൻ്റെ മുസ്ലിം നേതാവായിരുന്നു അൻവർ. അപ്പോൾ K. സുധാകരനുമായി അദ്ദേഹത്തിൻ്റെ ആത്മബന്ധമുണ്ട്, പഴയ ബന്ധം. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ചെറിയ ബന്ധമല്ല കേട്ടോ, ആത്മബന്ധം കൂടിയാണ്. K. സുധാകരൻ കുറച്ചു കാലം കേരളത്തിൻ്റെ വനം മന്ത്രിയായി. K. സുധാകരൻ വനം മന്ത്രിയായിരുന്ന കാലത്ത് നിലമ്പൂർക്കാട് ഭരിച്ചിരുന്നത് അൻവറാണ്. അന്നാണ് ഇന്ന് ഈ കാണുന്ന അൻവർ ഉണ്ടായത്. സാമ്പത്തികം കൂടിയാണത്, രാഷ്ട്രീയം മാത്രമല്ല. ഒന്ന്. രണ്ടാമത് അൻവറിൻ്റെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നയാൾ K. മുരളീധരനാണ്. K. മുരളീധരൻ DIC ഉണ്ടാക്കി പോയപ്പോൾ കൂടെ പോയ ആളാണ് അൻവർ. അതുകൊണ്ട് K. മുരളീധരൻ അൻവറിൻ്റെ സ്വന്തമാണ്. ആ ലിങ്ക് വളരെ ശക്തമാണ് ഇപ്പോഴും. K. മുരളീധരൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുരളിയേട്ടൻ്റെ കൂടെ നിന്ന ഒരുപാട് പേര്, എൻ്റെ സുഹൃത്തുക്കൾ പലരെയും എനിക്കറിയാം. മുരളി ഓരോരുത്തരെ ബോധപൂർവ്വം പ്ലേസ് ചെയ്യുകയാണ്. നീ CPM ഇപ്പോൾ നിനക്കതാ നല്ലത്, നമുക്കവിടെ ഒരാൾ വേണം. പോയ ആളെ എനിക്കറിയാം, അങ്ങനെ പോയി പ്ലേസ് ചെയ്ത ആളുകളെ അറിയാം. നീ അങ്ങനെ പോകാൻ പലരിടത്തേക്കും മുരളി പറഞ്ഞയച്ചിട്ടുണ്ട്.
മുസ്ലിങ്ങളായ ചിലരെയൊക്കെ ലീഗിലേക്ക് അയച്ചു, അങ്ങനെ പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മുരളി, ആ ബന്ധമുണ്ട്. ഞാൻ അപ്പോഴും ഒരു ചെറിയ ശങ്ക എനിക്കുണ്ടായിരുന്നത്, വേറൊരാൾ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിൻ്റെ നേതാവ്. രമേശുമായിട്ട് എന്താ ബന്ധം എന്നറിയോ? രമേശ് യൂത്ത് കോൺഗ്രസ്സിലുള്ള കാലത്ത് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സാണ്. രമേശ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ രമേശിൻ്റെ അനുയായിയാണ്. ആ അടുപ്പമുണ്ട്. അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നത് വി ഡി സതീശനും അൻവറും തമ്മിൽ ബന്ധമുണ്ടാവാൻ ഇല്ലല്ലോ എന്നാണ്. അത് അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ഫോട്ടോ കണ്ടില്ലേ? പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട ഫോട്ടോ വി ഡി സതീശനും അൻവറും തമ്മിൽ സ്വകാര്യമായി നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭാഷണമാണ്. അപ്പോൾ അൻവറിൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പോലും നിലപാടുകളിൽ പോലും വി ഡി സതീശൻ പോലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നുവെച്ചാൽ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ അൻവറിന് കൃത്യമായ ഒരു വേരുണ്ട്. അത് മാത്രമല്ല, അൻവർ എടുക്കുന്ന നിലപാടുകളെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും തള്ളിപ്പറഞ്ഞു. അൻവറിൻ്റെ വേറെ ഏറ്റവും ചുരുങ്ങിയത് അൻവറിൻ്റെ കൾച്ചറും അൻവറിൻ്റെ ഭാഷ, അൻവറിൻ്റെ ചരിത്രം, അൻവറിൻ്റെ സാമ്പത്തികമായ ഇടപാടുകൾ, അൻവറിന് നേരെ വന്ന കേസുകൾ, വിശ്വാസവഞ്ചന കേസ് തൊട്ട് ക്രിമിനൽ കേസുകൾ വരെയുള്ള, പ്രതിയായാലും ഇല്ലെങ്കിലും മനാഫ് വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹം ചെയ്യിച്ചു എന്ന ആരോപണം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസ് അതൊന്നും ഇവർക്ക് പ്രശ്നമായിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്, അൻവർ പറയുന്നത് ശരിയാണ്, മുഖ്യമന്ത്രി എന്ത് അബദ്ധമാണ് കാണിച്ചത്, മുഖ്യമന്ത്രി മുസ്ലിങ്ങളെയും മലപ്പുറം ജില്ലയും ടാർഗറ്റ് ചെയ്തില്ലേ, മുഖ്യമന്ത്രി പരിഹാസ്യരാകുന്നു, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതല്ല, എന്തൊക്കെ വിവരങ്ങൾ പുറത്ത് പറയേണ്ടി വന്നു. ഹിന്ദുവിൻ്റെ വിശദീകരണം വന്നതോടുകൂടി ഇതൊക്കെ ചെയ്യുന്നത് ഏതോ PR ഏജൻസിയാണ്, ഭരണം നടത്തുന്നത് പോലും ഏതൊക്കെയോ കോർപ്പറേറ്റ് കക്ഷികളാണ് എന്നല്ലേ അർത്ഥം. കാലങ്ങളായിട്ട് ഈ PR ഏജൻസിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു തെളിവ് പോലും പുറത്തേക്കില്ല. അൻവർ ആകെ പറഞ്ഞതെന്താ വെച്ചാൽ ഭരണം നടത്തുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ PR വർക്ക് ആരാ നടത്തുന്നത്? നമ്മൾ വിചാരിച്ചത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വലിയ ശമ്പളം വാങ്ങി ജീവിക്കുന്ന കുറേ പേരുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ, CPM അവരായിരിക്കുന്ന, അവർ പോലുമല്ല. അതിനും മീതെയുള്ള കോർപ്പറേറ്റ് ഏജൻറ്റുമാരാണ് PR ഏജൻസി. എല്ലാം പരാജയമാണ്. ഒടുവിലിപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടി പറഞ്ഞാൽ അത് പൂർത്തിയാവും. അൻവറിനെ മാതൃകയാക്കിയിട്ട് അൻവർ മലപ്പുറത്ത് പറ്റിയ ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, പിണറായിക്കെതിരെ നടത്തിയ ഈ പ്രചാരവേല, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സെൻറ്റിമെൻസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രചാരവേല, ആ പ്രചാരവേലക്ക് മാധ്യമ ശ്രദ്ധ കിട്ടി. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭൂമിയിൽ കുറേ പേര് കാഴ്ചക്കാരായിട്ടെങ്കിലും വന്നു. മാത്രമല്ല, ഈ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്തിന് പുറത്തു നിന്ന് പോലും വലിയ പറ്റം വണ്ടികളിൽ ആളുകൾ എത്തിക്കാനൊക്കെയുള്ള അൻവറിൻ്റെ കച്ചവട ബന്ധങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ വലിയൊരു ആൾക്കൂട്ടത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് മാധ്യമങ്ങളിലുള്ളതിലേറെ പെരുപ്പിക്കുകയും ചെയ്തു. ആ പൊളിറ്റിക്സ് സ്വന്തമാക്കി കളയാം, അതിൻ്റെ കൂടെ നിൽക്കാമെന്നൊരു തോന്നൽ കോൺഗ്രസ്സിന് വന്നെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും എന്ന് വേണം പറയാൻ. കാരണം CPM ഒടുവിൽ പഠിച്ച പാഠം ഇപ്പോഴും തിരിച്ചു പിടിക്കുകയാണ്. അതായത് ന്യൂനപക്ഷ വോട്ട് ഇനി എന്തായാലും അൻവർ കൂടി അവതരിച്ചതോടുകൂടി ഇനി അങ്ങോട്ട് CPM-നില്ല, ഇടതുപക്ഷത്തിനില്ല. ന്യൂനപക്ഷ വോട്ടില്ലല്ലോ. ന്യൂനപക്ഷ വോട്ട് അവർക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടേണ്ടത്? അത് UDF-നാണ്. സംഭവിക്കാൻ പോകുന്നത്, ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ UDF-ന് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി കൂടെയുള്ളപ്പോൾ പുതിയ ഗിമ്മിക്കുകളും സർക്കസുകളും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. മുസ്ലിം എന്നാൽ രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവ്, കോൺഗ്രസിൻ്റെ മുസ്ലിങ്ങളല്ലാത്ത നേതാക്കന്മാർ വളരെ പരസ്യമായി ഈ മുസ്ലിം പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം നയം സ്വീകരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, മറ്റു ജില്ലകളിലെ അമുസ്ലിം വോട്ടുകൾ, വലിയ തോതിലുള്ള മലയാളി വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അത് കോൺഗ്രസ്സിന് ആത്മഹത്യാപരമായിരിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും. എന്താ കാര്യം? ഈ CPM ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ചിട്ട് ഭൂരിപക്ഷത്തിനെ പ്രീതിപ്പെടുത്താൻ നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സാധിക്കും. ഒന്ന്, CPM-ൽ നിന്ന് BJP-യിലേക്ക് ഒഴുകിപ്പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും. അങ്ങനെ CPM ബാലൻസ് നിലനിർത്തുമ്പോൾ കോൺഗ്രസ് പ്രീണനം തുടങ്ങിയാൽ, മുസ്ലിം പ്രീണനം തുടങ്ങിയാൽ, കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ ഹിന്ദു വോട്ടുകളും BJP-യിലേക്ക് പോകും. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടുകൾ കോൺഗ്രസിൻ്റെ വലിയ അടിത്തറയിൽ നിന്ന് BJP-ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല രാഷ്ട്രീയ ബോധമുള്ള, ക്രിയാശേഷിയുള്ള ലീഡർഷിപ്പ് BJP-ക്ക് ഉണ്ടായാൽ
വേണമെങ്കിൽ അത് വലിയ നേട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചേക്കും. അതായത് അൻവറിന്റെ കളി ബി ജെ പിക്ക് ഗുണകരമാകുന്ന ആത്യന്തികമായി അതാണ്, ആത്യന്തികമായി അൻവർ അതുവഴി അൻവറിലൂടെ UDF ചെയ്യുന്നത് ഒന്ന് UDFൻ്റെ തന്നെ വിനാശകരമായ നയമാണ്, രണ്ട് BJPയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടുമാണ്. നമുക്കിങ്ങനെ പറയാം, അൻവർ ഒടുവിൽ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു, അത് കേരളത്തിലെ BJPയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാട്. അത് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ആരോപിക്കുന്നത് പോലെ പിണറായി വിജയനും CPM അല്ല, ഇടതുപക്ഷവുമല്ല, BJPയെ ശക്തിപ്പെടുത്തുന്നത് സാക്ഷാൽ അൻവറാണ് എന്ന് പറയുമ്പോൾ ആ ചർച്ച പൂർത്തിയാവും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.